ഹോ, കുറേ ദിവസമായി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. എന്താ ഇത് തീരാത്തേന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇതിങ്ങനെ ഓതേ പോണു. തീരുമാനമായി ഇനി ഓരോന്നിനും പെറുക്കിയിട്ട് വരാവേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാക്കി അതിന് ഓരോന്നിനും മുത്തെല്ലാം പിടിപ്പിക്കലാണ് ടാസ്ക്. ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഒരു മടി വരാനുണ്ട്. നിങ്ങളൊരു ക്രോഷിയർ ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ലിസ്ണിംഗ് ദിസ്, ടെൽ മീ, നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അസംബിൾ ചെയ്യുന്ന പരിപാടിയാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്ത് തീർക്കുന്നതാണോ ഇഷ്ടം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ പറയാൻ ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് ഒറ്റ സ്ട്രെച്ചിൽ അതെങ്ങനെ റിപ്പീറ്റ് ചെയ്ത പാറ്റേൺ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. പക്ഷേ ഞാൻ ഓർത്തു, ഇതിന് മുന്നേ ഞാൻ അതിങ്ങനെ പാറ്റേൺ ചെയ്യുമ്പോൾ നമുക്കിത് തീരാത്ത പോലെ തോന്നും. കുറച്ച് വലിയ പ്രോജക്ട്സൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ സെയിം ലൂപ്പ്, പ്രത്യേകിച്ച് സിംഗിൾ ക്രോഷ്യ പോലത്തെ കുഞ്ഞ് സ്റ്റിച്ചസൊക്കെ ആണെങ്കിൽ ഇത് തീരില്ല. ഇതിങ്ങനെ നീണ്ടു പോണ പോലെ തോന്നും. അപ്പം 1 സ്റ്റിച്ച് അറ്റ് എ ടൈം എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് വരിക. അത്യാവശ്യം ക്ഷമ വേണം. ക്ഷമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പൂക്കളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ അങ്ങ് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണെന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഓരോന്നിനെയും നൂലെടുത്ത് തുന്നേണ്ടി വന്നു. അതിന് മുന്നേ ഞാൻ ഇതേപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചായിരുന്നേ. പക്ഷേ എല്ലാം നല്ലോണം ഒന്നും ഒട്ടുന്നില്ല. പിന്നെ കുറേ ഗ്ലൂ വേണം. അപ്പോൾ പിന്നെ ഞാൻ നൂലും സൂചിയും എടുത്തു. മാച്ചിങ് നൂലില്ലാത്ത കാരണം തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ പിടിച്ച് ഇതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെക്കാനുണ്ട്. വരാട്ടോ. ബൈ.